യോഗ്യതകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിന് വിഷയമല്ല. Qualities are there or not is not an issue for God. ഒരാൾ പൂർണ്ണമായി അവന്റെ കൈകളിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവൻ നിന്നെ ബലപ്പെടുത്തും. If there is one person who is consecrated in this generation for God, he is able to use him in this generation. ഡോക്ടറെ അവർ വന്നപ്പോഴും വിചാരിച്ചത് തീർന്നെന്നാണ്. പക്ഷേ നമ്മൾ പറയുക നിനക്ക് സാധ്യതയുണ്ട്. Amen. We are prophesying to you. You might have come here disappointed that there are possibilities by faith for you. കർത്താവ് ഉയർത്തിയ ശൂന്യതയിൽ നിന്നും തകർച്ചയിൽ നിന്നും നാശത്തിൽ നിന്നും ഒക്കെ ഉയർത്തി എഴുന്നേൽപ്പിച്ച നിരവധി ആളുകളെ കാണിക്കുകയാണ്. The Lord is showing an array of people. The Lord picked them up from a pit and to their promotion. ആ ഓരോ വ്യക്തികളെ കുറിച്ചും വായിക്കുമ്പോഴും നിങ്ങളോട് ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാമോ? നിനക്കും സാധ്യതയുണ്ട്. And all these people's lives point towards us that we can also make it by faith. എന്നെ കൈപിടിക്കാൻ ആരുമില്ല, എനിക്ക് വാതിൽ തുറക്കാൻ ആരുമില്ല, എന്നെ വളർത്താൻ ആരുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ നിന്നോട് കർത്താവ് പറയുക, ആരുമില്ലെങ്കിലും ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കും, ഞാൻ നിന്നെ ഒരു അത്ഭുതമാക്കും. ആമേൻ. കുഞ്ഞുങ്ങളില്ലാത്ത ഒരുത്തനെ വിളിച്ച് ഒരു വലിയ രാഷ്ട്രമാക്കിയവനെയാണ് നാം ഇന്ന് പകൽ ആരാധിക്കുന്നത്. യേശുവേ എന്ന് വിളിച്ചോണ്ട് നിനക്ക് സാധ്യതയുണ്ട്. നിനക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ വഴികൾ തുറക്കുന്നു. ആരാ പറഞ്ഞ നീ നശിക്കുമെന്ന്? ആരാ പറഞ്ഞ നീ ഇല്ലാതാകുമെന്ന്? ഇല്ല, നിനക്ക് സാധ്യതയുണ്ട്. അതേ ദേശത്ത്, അതേ കുടുംബത്തിൽ, അതേ മേഖലകളിൽ തന്നെ നീ ഒരു അത്ഭുതമായി മാറാ.